വെൽക്കം ടു ഷാസ് കിച്ചൻ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് 1.5 കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് സിമ്പിളായിട്ട് എങ്ങനെ പ്രഷർ കുക്കർ ഉപയോഗിച്ച് ഉണ്ടാക്കാമെന്നതാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 1.5 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുത്താൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മൈദ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ ഇടുക, ബേക്കിംഗ് സോഡ, ഉപ്പ്, മിൽക്ക് പൗഡർ ഇതുകൂടി നന്നായിട്ട് ഇതിലേക്ക് അരിച്ചിടാം. ബാക്കി വരുന്ന തരി നമുക്ക് എടുത്തു മാറ്റാം. ഈ ബാറ്റർ തയ്യാറാക്കാനായി 6 മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചതാണ്. ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1.5 ടീസ്പൂൺ വനില എസൻസ്, ഈ 1.5 ടീസ്പൂൺ വനില എസൻസ് ഈ മുട്ടയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ചേർത്ത് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എന്നാലേ മുട്ടയുടെ ഭക്ഷണം മാറിപ്പോകുകയുള്ളൂ. ഇനി പഞ്ചസാര പൊടിച്ചത് കുറച്ചായി ചേർത്ത് നല്ലോണം പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരിമാണമാവുന്നത് വരെ ചെയ്യുക. നല്ല ക്രീം പരുവമായിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി
ചേരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് കുറച്ചായി ചേർത്ത് മിക്സ് ആകുന്നത് വരെ മാത്രം ബീറ്റർ ഉപയോഗിക്കുക. അധികം ഇട്ട് ബീറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ കേക്ക് ഹാർഡായി പോകും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. ഈ സ്പാച്ചുല വെച്ചിട്ട് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടണം. നല്ലോണം ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അതിന്മേലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുക്കർ തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിഭാഗത്ത് മാത്രം പുരട്ടി കൊടുക്കാം. ഇനി ബാറ്ററി മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്ററി കുക്കറിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കണം. എന്നിട്ട് വിസിൽ ഊരി വെക്കണം. വിസിലിടാതെ വേണം കുക്കർ വെക്കാൻ. ഇതിന്മേലൊരു വെയിറ്റ് വെക്കുന്നുണ്ട്. ഇത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ എപ്പോഴും വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനായി പ്ലേറ്റ്സും പാത്രവും നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. അതിലേക്ക് ക്രീം കുറച്ച് ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്യുക. ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു 4 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്രീമിന് തന്നെ അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. സ്പീഡ് കൂട്ടി കൊണ്ടുവരിക. ഹൈ സ്പീഡിലിട്ട് നല്ല തിക്കാവുന്നത് വരെ ബീറ്റ് ചെയ്യുക. നല്ല ക്രീം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ബീറ്റ് ചെയ്യാൻ തന്നെ പാടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന്മേൽ ഒരു ബൗൾ വെക്കുക. അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീമും വൈറ്റ് ചോക്ലേറ്റും മെൽറ്റാവാനായിട്ട് വെക്കാം. വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ഒരേ അളവിലാണ് എടുക്കേണ്ടത്. അത് മെൽറ്റാവാനായിട്ട് വെക്കാം. അപ്പോഴേക്ക് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. 45 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുത്തി നോക്കണം. നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് വെന്തിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഒന്ന് കൊട്ടി നോക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം ഇനി ഇത് 3 ലെയറായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ലെയർ കട്ട് ചെയ്തെടുക്കുകയാണ്. കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് നൂല് വെച്ചും കട്ടർ ഉപയോഗിച്ചൊക്കെ കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഒന്നാമത്തെ ലെയർ കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ രണ്ട് ലെയർ കൂടി കട്ട് ചെയ്യണം. അപ്പോൾ മെൽറ്റാക്കിയ വൈറ്റ് ചോക്ലേറ്റ് തണുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതാക്കി മുറിച്ച ചെറി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് ഐസിങ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഷുഗർ സിറപ്പ് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇതിനൊരു ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കേക്കിലേക്ക് ഒഴിച്ച് നല്ലോണം നനച്ചെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴിച്ച് നനച്ചെടുക്കണം. കേക്ക് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുമേ ക്രീം വെച്ച് കൊടുക്കാം. അത്യാവശ്യം കട്ടി തന്നെ ചെയ്യുക. ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ അത്യാവശ്യം കട്ടിയിൽ തന്നെ ക്രീം തേക്കണം. ഇനി ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റും ചെറിയും ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡിലും ആകുന്ന വിധത്തിൽ ഇത് സ്പൂൺ വെച്ചൊന്ന് പരത്തി കൊടുക്കുക. രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇതും ഇതേപോലെ നനച്ചെടുത്ത് വൈറ്റ് ചോക്ലേറ്റും ചെറിയും വെച്ച് കൊടുക്കണം. എന്നിട്ട് ക്രീം കൊണ്ട് നല്ലോണം കവർ ചെയ്തെടുക്കുക. നല്ലോണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കട്ടിയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് അത്യാവശ്യം കട്ടിയിൽ മതി. പിന്നെ നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ച ശേഷം പുറത്തെടുത്ത് ഒന്നുകൂടി ഫിനിഷ് ചെയ്ത് എടുക്കണം. ഇത് ക്രം കോട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് രണ്ടാമത് ഒന്നുകൂടി ഞാൻ ഫിനിഷാക്കി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതുമേൽ ഞാൻ പേര് എഴുതിയെടുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളുടെ ബർത്ത്ഡേക്ക് ഓർഡർ ചെയ്തതാണ്. അവർ ട്വിൻസാണ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്ത ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ അത് പിന്നെ സൈഡിലൂടെ ഇട്ട് കൊടുക്കുമ്പോൾ കൈമ ഒട്ടി പിടിക്കാതിരിക്കുള്ളൂ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് കേക്ക് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇഷ്ടമുള്ള നോസിലെടുത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുമേലൊക്കെ ചെറി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ലേസ് കൊടുത്തിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇടുന്നുണ്ട്, ലേസ് കൊടുത്ത് ചെയ്ത കേക്കിൻ്റെ. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് കേക്ക് 1.5 കിലോയുള്ള വൈറ്റ് ചോക്ലേറ്റ് കേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിച്ചുള്ള
വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരുമായൊക്കെ ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.